ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചെയ്ത് കാണിക്കുന്നത് നട്ട്സ് ഒന്നും കഴിക്കാത്ത കുട്ടികളെ നട്ട്സ് കഴിപ്പിക്കാനും അവരുടെ ഇഷ്ട ഫ്ലേവറിലെ ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ഒരു ഐസ്ക്രീം സ്റ്റിക്ക് റെസിപ്പിയാണ്. മോൾഡൊന്നും കൈവശം ഇല്ലാത്തവർക്ക് ഇതുപോലെ ഐസ്ക്രീമായിട്ടും ഇത് സെറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. നട്ട്സ് ഒന്നും ഇട്ടതായിട്ട് കുട്ടികൾ അറിയത്തേയില്ല. അതുപോലെ മധുരത്തിനായിട്ട് പഞ്ചസാര ചേർക്കുന്നുമില്ല. ഇനി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു പാത്രത്തിൽ 1 സ്പൂൺ കോൺഫ്ലോർ ഇട്ടിട്ടുണ്ട്. ഗ്യാസ് കത്തിച്ചിട്ടില്ല. ഒരു 1 അല്ലെങ്കിൽ 1.5 തവി വെള്ളമോ ഇല്ലെങ്കിൽ പാലോ ഒഴിച്ചിട്ട് കട്ടയില്ലാതെ ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. ഇനി ഗ്യാസ് കത്തിക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ ആദ്യം മുതൽ അവസാനം വരെ ലോ ഫ്ലെയിമിൽ തന്നെ ഇളക്കിയെടുത്ത് ഒന്ന് കുറുക്കിയെടുക്കണം. ഇത് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കോൺഫ്ലോറാണ്, പെട്ടെന്ന് ഇത് കുറുകി വരും. ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി തണുക്കാനായിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഒരു 10 ബദാം എടുത്തിട്ടുണ്ട്. ഇത് വെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് കുതിർത്ത് വെച്ച് തൊലി മാറ്റിയെടുക്കണം. 2 തവി പാലിനകത്ത് ആ തൊലി മാറ്റിയ 10 ബദാമും കൂടെ തന്നെ 10 കാഷ്യൂനട്ട്, അതുപോലെ തന്നെ 10 മുതൽ 15 വരെ മധുരത്തിനനുസരിച്ച് ഈന്തപ്പഴം കൂടെ ചേർത്ത് കുതിർത്ത് വെക്കണേ. പ്രത്യേകിച്ച് ഈന്തപ്പഴം നന്നായിട്ട് കുതിർന്ന് കിട്ടണം. ഒട്ടും തരിയില്ലാതെ ഇത് അരച്ചെടുക്കേണ്ടതാണ്. അതുകൊണ്ട് നന്നായിട്ട് തന്നെ വീണ്ടും പറയുന്നു, കുതിർന്നിരിക്കണേ. നൈറ്റിൽ ഇതുപോലെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. എന്നിട്ട് രാവിലെ എടുത്ത് ചെയ്താലും മതി. പാൽ ഈ ഒരളവിന് മാത്രം ഒഴിക്കാവൂ, വേറെ പാൽ ചേർക്കുന്നതില്ല. പാൽ ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ അരയ്ക്കുന്നത് ഓവറായിട്ട് ലൂസായി പോകുമേ. ഇനി മിക്സിയുടെ വലിയ ജാറെടുത്തിട്ടുണ്ട്. ഈ കുതിർത്ത് വെച്ച് ചേർക്കുക. ഇനി 2 പഴം എടുത്തിട്ടുണ്ട്. ഇതില്ലെങ്കിൽ നീളമുള്ള ടൈപ്പ് പഴമില്ല, അതായാലും എടുക്കാവുന്നതാണ്. അപ്പോൾ ശക്കലൊരു പഴത്തിൻ്റെ ഒരു സ്മെല്ല് നിൽക്കും. അത് കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഈ പഴത്തിന് അങ്ങനെ ഉണ്ടാകത്തില്ല. ഇത് അരിഞ്ഞതിന് ശേഷം ഫ്രീസറിൽ വെച്ചൊന്ന് കട്ടിയാക്കി എടുക്കണേ. അങ്ങനെ എടുത്താണ് അതുകൂടെ ചേർക്കുകയാണേ. ഇങ്ങനെ കട്ടിയാക്കി ചേർക്കുമ്പോഴേ നല്ലൊരു സ്മൂത്തി ടെക്സ്ചറിൽ കിട്ടുമേ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് അരയ്ക്കുമ്പോൾ ഒരുപാട് ലൂസായി പോകും. ഇനി 2 സ്പൂണ് മിൽക്ക് പൗഡറാണ് ചേർക്കുന്നത്. പാല് ചേർക്കുന്നില്ല. പാല് ചേർത്ത് കഴിയുമ്പോൾ ഒരുപാട് ലൂസായി പോകും. മിൽക്ക് പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് പാല് നല്ലവണ്ണം വറ്റിച്ചെടുത്തിട്ട് ചേർക്കാവുന്നതാണ്. വാനില എസൻസ് ചേർക്കുക. നല്ല ഫ്രഷ് ആയിട്ടുള്ള വാനില എസൻസ് ചേർക്കണം. പഴത്തിൻ്റെ സ്മെല്ല് ഒട്ടും നിൽക്കത്തില്ല. ഇനി 1 സ്പൂൺ കൊക്കോ പൗഡർ, ഇത് ഡാർക്കാണ് ചേർക്കുന്നത്. നിങ്ങളുടെ കൈവശം ഇപ്പോൾ ലൈറ്റ് കൊക്കോ പൗഡർ ആണെന്നുണ്ടെങ്കിൽ 2 സ്പൂണോളം ചേർക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ ഡാർക്കും ലൈറ്റും കൂടെ മിക്സ് ചെയ്തും ചേർക്കാവുന്നതാണ്. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇത് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ മധുരം പാകമാണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. മധുരം ആവശ്യമെന്നുണ്ടെങ്കിൽ മാത്രം പഞ്ചസാര ചേർക്കാം. കൊക്കോ ടേസ്റ്റ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ കൊക്കോ പൗഡറും ചേർക്കാവുന്നതാണ്. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. ഇനി ആ കുറുക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോർ അതുകൂടെ ചേർക്കുകയാണ്. ഇത് ചേർത്ത് ഒരുപാട് ഇട്ട് അരയ്ക്കരുത്. അതിനാണ് ലാസ്റ്റിലൊന്ന് മിക്സ് ചെയ്തെടുത്ത് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മാത്രം മതിയേ. ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഒരു ഇഡലിമാവ് പരുവത്തിലൊന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മോൾഡിനകത്തോട്ട് ഒഴിക്കുകയാണ്. മോൾഡ് കൈവശം ഇല്ലാത്തവർ ഇതുപോലെ ചെറിയ ഗ്ലാസ്സോ ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുഴിയായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പാത്രം, സ്റ്റീൽ പാത്രങ്ങളോ അലുമിനിയം പാത്രത്തിലോ ഒക്കെ ഒഴിച്ച് സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതെല്ലാം ഒഴിച്ചതിന് ശേഷം നല്ലവണ്ണം ഒന്ന് ടാപ്പ് ചെയ്യണേ. അത് മറക്കരുത്. അപ്പോൾ എയർ ബബിൾസൊക്കെ പോയിട്ട് നല്ല ഫിറ്റായിട്ട് ഏത് ഷേപ്പിലാണോ ആ ഷേപ്പിൽ നല്ല ഫിറ്റായിട്ട് ഇരിക്കും. ഗ്ലാസ്സിൽ ഒന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കുക. ഇനി ഗ്ലാസിൻ്റെ സെൻറ്ററിലോട്ട് ഐസ്ക്രീം സ്റ്റിക്കോ ഇല്ലെങ്കിൽ സാധാ സ്പൂണിൻ്റെ കൈ പിടിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അതായാലും ഇറക്കി വെച്ചാൽ മതി. ഇതിങ്ങനെ സ്ഥാനം മാറാതെ സെൻറ്ററിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയാണ് ഇതുപോലൊരു ബട്ടർ പേപ്പറോ അലുമിനിയം ഫോയിലോ ഇല്ലെങ്കിൽ പ്ലെയിൻ പേപ്പർ ആയാലും മതി ഇങ്ങനെയൊന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഇനി ഈ വക മോൾഡ് ഒന്നും കൈവശം ഇല്ലാത്തവരാണെങ്കിൽ ഒരു നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഡബ്ബയിൽ ഒഴിച്ച് വെച്ചിട്ട് സെറ്റ് ചെയ്ത് ഐസ്ക്രീം പോലെ എടുക്കാവുന്നതാണ്.
ഈ മോൾഡിൽ നല്ല ടൈറ്റായിട്ട് സ്റ്റിക്ക് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഈ മോൾഡ് ഒന്ന് ഇറക്കി വെക്കുക. ഒരു അര ഭാഗം അല്ലെങ്കിൽ മുക്കാൽ ഭാഗം ഒന്ന് വെള്ളത്തിൽ മുങ്ങുന്ന രീതിയിൽ ഒരു 10 സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ മാത്രം മതിയേ. അതിനുശേഷം എടുത്ത് വലിച്ചാൽ ഈസി ആയിട്ട് വരും. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ചോക്കോ ചിപ്സും ഒക്കെ ഇട്ട് മിക്സ് ചെയ്ത് മോൾഡിനകത്ത് ഒഴിക്കാവുന്നതാണ്, കൂടുതൽ കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാനായിട്ട്. ഇതിലിപ്പോൾ ഈന്തപ്പഴം ഇട്ടതായിട്ടോ നട്ട്സ് ഇട്ടായിട്ടോ ഒന്നും അവർക്ക് കണ്ടുപിടിക്കാനേ പറ്റില്ല. അവരുടെ ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ഫ്ലേവർ തന്നെയാണ്. ഇത് ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചതും സെറ്റായിട്ടുണ്ട്. അതുപോലെ ഒരു ട്രേയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും സെറ്റായിട്ടുണ്ട്. ഇതിന് മുകളിലും കുറച്ച് ചോക്കോ ചിപ്സോ നട്ട്സോ ഒക്കെ കട്ട് ചെയ്ത് ചേർക്കാവുന്നതാണ്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും തന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത്. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കിയിടാൻ കൂടി മറന്നു പോകല്ലേ. ഇതുവരെ തന്ന സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.